Hello students, welcome to Bala's Accountancy Special Classes. At the outset, എൻ്റെ ഇതുവരെയുള്ള 61 വീഡിയോസ് ഇൻക്ലൂഡിങ് ഓൾമോസ്റ്റ് എ ഡസൺ ഓഫ് ഷോർട്സ് വേർ ഇൻ ഇംഗ്ലീഷ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് മലയാളത്തിൽ അത്ര വലിയ പ്രാവീണ്യമില്ല. എൻ്റെ മലയാളം അത്ര നല്ല നീറ്റ് മലയാളമല്ല. ലെക്ചേഴ്സ് ഡെലിവറി ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഭാഷയായിരിക്കണം. 15 വയസ്സ് മുതൽ ഞാൻ കേരളത്തിന് വെളിയിലായിരുന്നു. 13 വർഷം കൽക്കട്ട, 32 വർഷം ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ ഞാൻ ഒരു സീനിയർ ഓഫീസർ ഇൻ അക്കൗണ്ട്സ് ഫ്രം എ ലീഡിംഗ് സെൻട്രൽ പബ്ലിക് സെക്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജി സോണൽ അക്കൗണ്ട്സ് മാനേജറായിട്ട് റിട്ടയർ ആയി. പാരലലി ഒരു 25 വർഷം ഞാൻ ബാംഗ്ലൂർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 600 സ്റ്റുഡൻസോളം പഠിപ്പിച്ചിട്ടുണ്ട്. അപ് ടു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ ഓർ maybe for some CA entrance and MBA students. Okay. ഇതുവരെയുള്ള എൻ്റെ ലെക്ചേഴ്സിൻ്റെ മെയിൻ പർപ്പസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ടൻ്റ് ആകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ബേസിക് നോളേജ് മസ്റ്റ് ബി വെരി വെരി തറോ. അതാണ് എസെൻഷ്യൽ. അതായിരുന്നു ഞാൻ ഇതുവരെ ഫോക്കസ് ചെയ്തത്. പക്ഷെ ഇനി അങ്ങോട്ട് CA ഇന്റർ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് സിലബസിൽ ഫോക്കസ് ചെയ്യും. പലരും എന്നോട് ചോദിച്ച പ്രകാരം മലയാളം ലെക്ചേഴ്സാണ് ഇനിഷ്യലി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട്, ഓഫ് കോഴ്സ് സോ മെനി വീഡിയോസ് ആർ റിക്വയർഡ്. ഐ മേ റീഡു ദ സെയിം ഫോർ വിത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓൾസോ, റൈറ്റ്? അപ്പോൾ എൻ്റെ ഇംപെർഫെക്റ്റ് മലയാളത്തോട് അഡ്ജസ്റ്റ് ചെയ്യുക. ഏതായാലും ഹൗ, വൈ, വാട്ട് എന്നുള്ളത് വളരെ എഫക്റ്റീവായിട്ട് എൻ്റെ അറിയാവുന്ന മലയാളത്തിൽ ഞാൻ കൺവേ ചെയ്യും. ഓക്കെ. ഇനിഷ്യലി കൺസെപ്റ്റ്, സിയുടെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ കൺസെപ്റ്റ് വിത്ത് 1 or 2 കോംപ്രിഹെൻസീവ് സംസ് എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. വെൽ, in today's video what we are going to do is take up accounting standard 7 construction contracts. Actually അത് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ് എന്ന് പറയുന്ന പേരം നമ്മൾ മനസ്സിൽ വയ്ക്കുന്നത് റവന്യൂ ഫ്രം കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ് എന്നാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്തെന്ന് വെച്ചാൽ, എന്താണ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ് എന്നൊക്കെ നമുക്ക് കോമൺ സെൻസ് ഇസ് ഇനഫ്. അതുപോലെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ക്ലിയർ ആയിട്ട് സോ മെനി എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ തീരുന്ന കോൺട്രാക്റ്റ് ആണെങ്കിൽ, അതായത് എക്സ്പെൻഡിച്ചറും ഇൻകം അതേ വർഷം എങ്കിൽ നമുക്ക് വെരി ഈസി പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട്, അല്ലേ? ക്ലോസ് ആ വർഷം തന്നെ എല്ലാം കഴിയും. ഈസി ആയിട്ട് ആ വർഷം തന്നെ നമുക്ക് പ്രോഫിറ്റ് ഡിറ്റർമൈൻ സാധിക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കോൺട്രാക്ട്സ് വിൽ ബി ഫോർ ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ്, മേ ബി ഫോർ 3 years or 5 years ലൈക്ക് ദാറ്റ്. അപ്പോൾ 5 years കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യൂ പ്രോഫിറ്റ് അക്കൗണ്ട് ചെയ്യാൻ? നോ, ദാറ്റ്സ് നോട്ട് ഫെയർ. നോർ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അലോ യു ദാറ്റ്, അല്ലേ? അപ്പോൾ ആ രീതിയിലാകുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ വർഷത്തിൽ അപ്രോപ്രിയേറ്റ് പ്രോഫിറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കണം. അതെങ്ങനെ കാണിക്കും? അതെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? ദാറ്റ് ഈസ് വാട്ട് ബീങ് അഡ്രസ്ഡ് ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7. ഓക്കെ. ഇന്ന് ഞാൻ ഒരു ചാർട്ട് ബേസ്ഡ് ആയിട്ട്, ആ ചാർട്ടിൽ കോംപ്രിഹെൻസീവ് ചാർട്ടാണ്, എല്ലാ പോയിന്റ്സും ആ ചാർട്ടിലുണ്ട്. ഓക്കെ. അത് മലയാളത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ. ഫോളോഡ് ബൈ 2 comprehensive sums. Later on, I will be bringing out for each and every chapter a video consisting of minimum a dozen of comprehensive and toughest sums. Okay. അത് പിന്നീട്. ഇപ്പോൾ ബേസിക് ഐഡിയാസ് ആൻഡ് 2 സംസ്. ആ ബേസിക് ഐഡിയാസ് ചാർട്ട് പ്രകാരം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, വ്യക്തമായിട്ട് ഓരോ ഐഡിയ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സഫീഷ്യൻ്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ മാനേജ് ചെയ്യാൻ അത് സഫീഷ്യൻ്റ് ആണ്. പക്ഷെ അത് അറിഞ്ഞിരിക്കണം, കാര്യകാരണ സഹിതം അറിഞ്ഞിരിക്കണം, എങ്കിൽ നമുക്ക് പറ്റും. ഓക്കെ. നൗ ലെറ്റ്സ് ടേക്ക് അപ്പ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7. ഓക്കെ, താങ്ക് യു. Now, what is the objective of Accounting Standard 7? Accounting Standard 7 prescribes accounting treatment of revenue and cost
was related to construction contracts. As I already mentioned, generally, the construction activities take long period and usually fall into different accounting periods. The primary issue in construction contract is how to allocate total contract revenue and cost among these different accounting periods. അതായത് based on the total revenue and total cost of a particular contract. ഓരോ വർഷം നമ്മൾ എന്തുമാത്രം ചേർക്കണം, ഓരോ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എന്തുമാത്രം കൊണ്ടുവരണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. In other words, in respect of contract, you need to know each year how much revenue, how much expenses, so that you will identify how much profit to be recognized each year. And the standard is applicable to all of them who are contractors and into the business of construction. Of course, not for contractors or customers. അവരെപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യും? As far as they are concerned, അവര് അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യും അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അസറ്റ്സ്. ഫോർ എക്സാമ്പിൾ, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ് ആണെങ്കിൽ AS10, ഇൻവെന്ററി വാല്യൂഷൻ ആണെങ്കിലോ AS2, ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലോ അണ്ടർ AS30. ഓക്കെ, അത് നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം. സോ AS7 ഈസ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് കോൺട്രാക്ടർ. ഇനി നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിന്റെ മീനിങ് ഡെഫിനിഷനിലാണ് ഒന്ന് പരിശോധിക്കും. കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ സിംഗിൾ അസറ്റ്, ഉദാഹരണത്തിന് ബ്രിഡ്ജ്, ബിൽഡിംഗ്, ഡാം, എക്സെട്ര, ഓർ ഫോർ എ നമ്പർ ഓഫ് അസറ്റ്സ് ടുഗദർ. അതായത് മൾട്ടിപ്പിൾ അസറ്റ്സ് ഇൻ എ സിംഗിൾ കോൺട്രാക്ട് ഓൾസോ വി ക്യാൻ ടേക്ക്. നമ്പർ ഓഫ് അസറ്റ്സ് ടുഗദർ ഓൾസോ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിൽ സിംഗിൾ അസറ്റ് ഓർ മൾട്ടിപ്പിൾ അസറ്റ്സ് ടുഗദർ. ഈ മൾട്ടിപ്പിൾ അസറ്റ്സ് ടുഗദറിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരു റിഫൈനറീസ്. ഒരു റിഫൈനറിയിൽ എന്താ സംഭവിക്കുന്നത്? ഇൻ എ റിഫൈനറി വേരിയസ് ടൈപ്സ് ഓഫ് അസറ്റ്സ് ആർ കൺസ്ട്രക്റ്റഡ് ടു ഫെസിലിറ്റേറ്റ് പ്രോസസിംഗ് ഓഫ് ക്രൂഡ് ഓയിൽ ഇൻ ടു വാല്യൂബിൾ പ്രൊഡക്ട്സ്. അതായത് ഡീസ്റ്റിലേഷൻ യൂണിറ്റ്സ് ഉണ്ടാകാം, റാക്കിംഗ് യൂണിറ്റ്സ് ഉണ്ടാകാം, റിഫോമിംഗ് യൂണിറ്റ്സ് ഉണ്ടാകാം, ബ്ലെൻഡിംഗ് യൂണിറ്റ്സ് ഉണ്ടാകാം, സ്റ്റോറേജ് ടാങ്ക്സ് ഉണ്ടാകാം, പൈപ്പ് ലൈൻ ആൻഡ് പമ്പിംഗ് സ്റ്റേഷൻസ് ഉണ്ടാകാം, കൂളിംഗ് ആൻഡ് ഹീറ്റ് എക്സ്ചേഞ്ച് സിസ്റ്റംസ് ഉണ്ടാകും, വേസ്റ്റ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്സ് ഉണ്ടാകാം, യൂട്ടിലിറ്റി യൂണിറ്റ്സ് ഉണ്ടാകാം, എക്സെട്ര. So construction contract can be negotiated for single assets construction or several assets together. Construction of these various assets together is also a contract. പിന്നെ ഇതുപോലെയുള്ള കോൺട്രാക്ട്സ്, അതായത് when several assets are together, they are closely interrelated or interdependent. In what way? Design, technology, function, for ultimate purpose or use. ഇനി അടുത്ത സീരിയസ് പോയിന്റ് ആണ്, construction contracts also include service contracts, which are directly related to the construction of assets. Example, service of project managers and architects. ഒരു contractor need not be essentially an engineer or an architect. He may have to hire such people. Okay. Now question comes, can there be construction contract without the involvement of material? നമ്മുടെ മനസ്സിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മെറ്റീരിയൽ വരും. അത് ഇസ് ഇറ്റ് എ മസ്റ്റ്? നോ. ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് എ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് വിതൗട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. ഫോർ എക്സാമ്പിൾ, സർവീസ് പ്രൊവൈഡിംഗ് ആർക്കിടെക്ചറൽ സർവീസ്, there is no material involved. That's also a construction contract. That itself is a construction contract. Okay. So involvement of material is not a must as far as this kind of service in the construction contract is said. So service contract can be directly related to the construction of assets, or there can be contracts involving service exclusively also. Okay. Further, construction contracts include contracts for destruction or restoration of assets and the restoration of environment after demolition of assets. ഉദാഹരണത്തിന് ഒരു ബിൽഡിങ് നമ്മളത് പൊളിച്ചു മാറ്റിയിട്ട് പുതിയ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? ഡിസ്ട്രക്ഷനും ഉണ്ട്, കൺസ്ട്രക്ഷനും ഉണ്ട്. അനദർ എക്സാമ്പിൾ, ഒരു what you call overbridge, flyover, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്
കുറച്ച് ഡിമോളിഷൻ മേ ടേക്ക് പ്ലേസ്. ഏത് രീതിയിൽ? കുറച്ച് ട്രീസ് എല്ലാം നമ്മൾ അപ്രൂവ് ചെയ്യാം. അതോടൊപ്പം തന്നെ കുറച്ച് ഹട്ട്സ് എല്ലാം അവിടുന്ന് ഡിമോളിഷ് ചെയ്യാം. അപ്പൊ ഗവൺമെന്റ് പറയും, "ലീസൺ, നിങ്ങൾ 10 ട്രീസ് അവിടുന്ന് അപ്രൂവ് ചെയ്തു, ഒരു 100 അങ്ങോട്ട് വെച്ചോളൂ. യു ആർ എക്സ്പെക്ടഡ് ടു ഡു ദാറ്റ്." ഇപ്പൊ ഇതിന്റെ ഡിമോളിഷന്റെ ചാർജും രജിസ്ട്രേഷന്റെ ചാർജും ഒക്കെ അതിൽ വരും. അതോടൊപ്പം തന്നെ ഹട്ട്സ് റിമൂവ് ചെയ്തില്ലേ, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. ആ ചെലവും വരും. മനസ്സിലായില്ലേ? ഇനി വേറൊരു ഉദാഹരണം, ഷിപ്പ് ബ്രേക്കിംഗ്. ഷിപ്പ് ബ്രേക്കിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ഷിപ്പ് ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ ഒരുമാതിരി ഡിസ്ട്രക്ഷൻ ആണ്. ഇനി ആ എൻവയോൺമെന്റ് എല്ലാം നന്നായിട്ട്, പരിസരങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തിരിച്ച് റിസ്റ്റോർ ചെയ്യണം. ബട്ട് ഫണി എഫക്ട് ഈസ് ദാറ്റ് ഈസ് ഓൾസോ under A7 or A7 covers that also. Now, based on the revenue, two types of contracts: fixed price contract and cost plus contract. Fixed price contract, as the name says, price is low. Okay. What contract is supposed to pay and contract is supposed to receive is fixed. അതുകൊണ്ടാണ് അതിന് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. However, subject to escalation clause. എന്താണ് escalation clause? A lot of things will change after entering into the contract and before completion. Material value may go up, labor charges also may go up, resulting in total cost escalation. കോൺട്രാക്ട് പറയാണ്, ഇതൊരു 5 വർഷത്തെ കോൺട്രാക്ട് അല്ലേ, ഇന്നിപ്പോ മെറ്റീരിയൽ ഇതാ വില, ഇവിടെയും സിമെന്റിന്റെയൊക്കെ വില കൂടില്ലേ, അപ്പൊ എനിക്ക് ഇതിൽ പറ്റില്ല, ഇതിന് സംവിധാനം വേണം. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് പ്രൈസില് റേറ്റില് മുന്നോട്ട് നീങ്ങാൻ ബുദ്ധിമുട്ട്. അതിനൊരു സംവിധാനം വേണം, അല്ലെങ്കിൽ ഞാൻ പാപരായി പോകും. സോ they can enter into an escalation clause. Total cost goes up by 10%. Revenue can also get increased by 10% or maybe less than that slightly. So that clause which will trigger the increase in revenue on happening of certain things is called escalation clause. മനസ്സിലായല്ലോ? അതിലേക്ക് എസ്കലേഷൻ ക്ലോസ് ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ പ്രാക്ടിക്കൽ സംസ് ഉണ്ടാവും. സോ അതിന് ഐഡിയ കിട്ടിയല്ലോ. കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്. Why this cost plus contract comes to the picture? Due to uncertainty, if the contractor cannot hold the fixed price, this will lead to a situation they cannot enter into an agreement. ഇവിടെയാണ് ഈ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ഒരു രക്ഷകനായിട്ട് വരുന്നത്. They will mutually agree that over and above the cost, ഒരു certain percentage പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ടോട്ടൽ റവന്യൂ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു certain എമൗണ്ട് ഫിക്സഡ് എമൗണ്ട്. നാച്ചുറലി കോസ്റ്റ് കോൺട്രാക്ടർ പറയുന്ന കോസ്റ്റ് വേദവാക്യം ആയിരിക്കില്ലല്ലോ, അല്ലയോ? കോൺട്രാക്ടിക്ക് ഒരു ഡൗട്ട് റേസ് ചെയ്യാനുള്ള എല്ലാ അവകാശമുണ്ട്. അല്ല എന്ത് ചെയ്യും? ഒരു കോസ്റ്റ് ഓഡിറ്റ് സംവിധാനം ഉണ്ടാവും. ഒരു കോസ്റ്റ് ഓഡിറ്റ് നടത്തിയിട്ട് കോൺട്രാക്ടർ, ഓക്കെ, ഐ എം ഗിവിംഗ് യു പെർമിഷൻ ഫോർ കോസ്റ്റ് ഓഡിറ്റ്. ആ കോസ്റ്റ് ഓഡിറ്റ് നടത്തിയിട്ട് കോൺട്രാക്ടിക്ക് കൺഫേംഡ് ആവും, ഓക്കെ, the cost what he has reported is fair enough. അതിന് മേലെ ഈ പറഞ്ഞ എഗ്രീഡ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓർ ഫിക്സഡ് പ്രോഫിറ്റ് എമൗണ്ട് ചേർത്ത് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ഫിക്സ് ചെയ്യും. ഓക്കെ. Also, please keep it in mind, when mutually agreed, a combination of both also goes. Now, a particular year's profit or loss in respect of a contract is decided based on the recognition of contract revenue and contract expense during the period. Okay, I repeat, a particular year's profit or loss in respect of a contract is decided based on the recognition of contract revenue and contract expense during the period. അതും subject to some regulation. And para 35, we will discuss later on. Okay. Now, recognition of revenue and cost.
First of all, what do you mean by the very name recognition? നിങ്ങൾക്ക് ഒരു 25 അക്കൗണ്ട് സ്റ്റാൻഡേർഡ്സിനും മേലും മാസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. എല്ലാ കേസിലും നിങ്ങൾ ഈ വേർഡ് recognition വരും. കുറച്ച് കുട്ടികൾ അത് ബൈ ഹാർട്ട് ചെയ്യും. വേസ്റ്റ്. വേർഡ് recognition means how it should strike in your mind. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരു റവന്യൂ ഓർ എക്സ്പെൻസ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചേർക്കുന്നത് ആണ് റിക്കഗ്നൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റവന്യൂ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം ഓർ എക്സ്പെൻസ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചേർക്കുന്നതിനാണ് റിക്കഗ്നേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെൻ ടു ചേർക്കാം, എന്തുമാത്രം ചേർക്കാം. അപ്പോൾ വേ റിക്കഗ്നൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ ഇമ്മീഡിയറ്റ്ലി ഈ ഐഡിയ സ്ട്രൈക്ക് ചെയ്തിരിക്കും. ഓക്കെ, അതായത് ഒരു കോൺട്രാക്ട് അങ്ങോട്ട് എൻട്രി എന്ന് പറഞ്ഞ ഉടൻ തന്നെ അങ്ങോട്ട് റവന്യൂ എക്സ്പെൻസ് ഒന്നും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. Now, what do you mean by contract revenue? Contract revenue means the money that a contractor will receive from the contractor for the construction. അപ്പോൾ അതാണ് കോൺട്രാക്ട് റവന്യൂ. ഓക്കെ, ഞാനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, 10 കോടി രൂപ. എഗ്രിമെന്റ് സൈൻ ചെയ്ത ഉടനെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. നാളെ എനിക്ക് 1 കോടി രൂപ അഡ്വാൻസ് തന്നു, എന്നാലും പറ്റില്ല. അഡ്വാൻസ് ഇത് അഡ്വാൻസ്, അതൊന്നും പറ്റില്ല. ശരി, എന്നാൽ ഞാൻ പണി തുടങ്ങി, 1 മാസമായില്ലോ പണി തുടങ്ങി, 1 മാസമായി പണി തുടങ്ങി എന്ന് പറഞ്ഞ ഉടനെ 10 കോടി കൊണ്ടുവരാനൊന്നും പറ്റുന്നില്ല. ഓക്കെ, ഓ ഇതിനെല്ലാം കണ്ടീഷൻസ് ഉണ്ട്. It has to be recognized only when it fulfills 2 important conditions. When there is reliable measurement, when there is probable result. Okay. Only when these 2 conditions are fulfilled, the contractor should recognize. Otherwise, he doesn't. Okay. More about this reliable measurement we will discuss later on. Okay. Suppose the outcome of a construction contract can be estimated reliably. Recognize revenue and cost in the profit and loss based on the stage of completion or percentage of completion of the contract activity as on the date of balance sheet. ഇതിനെയാണ് പെർസെൻറ്റേജ് കംപ്ലീഷൻ മെത്തേഡ് നമ്മൾ പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് കോൺട്രാക്ട് റവന്യൂ ഷുഡ് ബി മാച്ച്ഡ് വിത്ത് കോൺട്രാക്ട് കോസ്റ്റ് in percentage. For a matching concept of accounting also takes care. Okay. This percentage method can be determined in a number of ways. Mainly industrial 3 method ആണ്. Cost incurred method, survey method, completion of a physical proportion of a contract work. ഇതിൽ കോസ്റ്റ് ഇൻകേർഡ് മെത്തേഡ് ആണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെലിവെന്റ് ആയിട്ടുള്ളത് സിലബസ് അതാണ്. സർവേ മെത്തേഡ് ഒരു ഐഡിയ. സർവേ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ? സർവേർ വരും, സർവേ നടത്തും, 60% കംപ്ലീറ്റ് ചെയ്തു, 60% റെക്കഗ്നൈസ് ചെയ്യുക. പിന്നെ കംപ്ലീഷൻ ഓഫ് എ ഫിസിക്കൽ പ്രൊപ്പോർഷൻ ഓഫ് എ കോൺട്രാക്ട് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു റോഡ് 100 കിലോമീറ്റർ കൺസ്ട്രക്ട് ചെയ്യണം, 70 കിലോമീറ്റർ കൺസ്ട്രക്ട് ചെയ്തിരിക്കും, 70% റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, നമുക്ക് അത് അളന്ന് തിട്ടപ്പെടുത്താവുന്നല്ലേ ഉള്ളൂ. ഫിസിക്കൽ പ്രൊപ്പോർഷൻ. ഇത് ഈ സർവേ മെത്തേഡും കംപ്ലീഷൻ ഓഫ് എ ഫിസിക്കൽ പ്രൊപ്പോർഷൻ ഓഫ് കോൺട്രാക്ട് വർക്ക് ഒന്ന് മനസ്സിലിരുന്നാൽ മതി. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് കോസ്റ്റ് ഇൻകേർഡ് മെത്തേഡ് ആണ്. അത് നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. മൈൻഡ്സ് there is something called total cost method also. എക്സാമിനേഷനിൽ ഒരു പക്ഷേ അവർ ചോദിക്കും, കോൺട്രാക്ടർ കോസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, വാട്ട്സ് യുവർ ഒപ്പീനിയൻ? Yes, say no, that is not allowed. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. This won't have a lot of manipulation. Okay, this is simply not allowed. That's now under cost incurred method, how to calculate percentage of completion? It is like this: contract cost incurred till balance sheet date divided by cost incurred so far plus cost to complete. അത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് വരും, അതിന്റെ പെർസെൻറ്റേജ് എടുക്കും. This will ensure all the 3 revenue, cost and profit in the same percentage on the balance sheet date.
നമുക്ക് ഒരു എക്സാം, ഒരു ചെറിയ സിമ്പിൾ ഇലസ്ട്രേഷൻ എടുക്കാം. Let the total revenue be 1 lakh. Total estimated cost 80,000. Naturally, total estimated profit 20,000. അല്ലേ? ഇനി കോൺട്രാക്ട് കോസ്റ്റ് ഇൻടു എ ടിൽ ബാലൻസ് ഷീറ്റ് ഡേറ്റ് given as 20,000. അത് വേണമെങ്കിൽ വേറൊരു രീതിയിൽ അവർക്ക് തരാം. കോസ്റ്റ് കംപ്ലീറ്റ് 60,000 ആണ്. ടിൽ ബാലൻസ് ഷീറ്റ് ഡേറ്റ് 20,000 രൂപ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. Actually, total estimated cost is 80,000. Anyway, based on cost incurred method, percentage of completion of work is cost incurred till balance sheet date divided by cost incurred so far plus cost to complete into 100. അതായത് 20,000 upon 80,000 into 100, 25%. Revenue to be recognized എത്രയാ? 1 lakh into 25% recognize ചെയ്യും 25,000. If you cross check everything, it will be 25% each. 25% of cost എത്രയാ? 80,000 അല്ലേ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അതിന്റെ 25% എന്ന് പറയുമ്പോൾ 4 20,000 അല്ലയോ? പ്രോഫിറ്റ് റെക്കഗ്നൈസ് ഡ്യൂറിംഗ് ദി ഇയർ. ഡ്യൂറിംഗ് ദ ഇയർ 20,000 കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നു, റവന്യൂ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന 25,000, നാച്ചുറലി പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന 5,000. ടോട്ടൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എത്രയാ? 20,000. അതിന്റെ 25% എത്രയാ? 5,000 അല്ലയോ? ഇതുപോലെയാണ് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഓഫ് വർക്ക് മുന്നോട്ട് നീങ്ങുന്നത്. Now let us learn in details about the contract revenue. എന്താണ് ഈ കോൺട്രാക്ട് റവന്യൂ? ഇത് കുറച്ച് വിശദമായിട്ട് പഠിക്കാം. റവന്യൂ റെഫേഴ്സ് ടു ദ സം എഗ്രീഡ് ആസ് പെർ ഇനിഷ്യൽ എഗ്രിമെന്റ്. ബേസിക്കലി അതാണല്ലേ. However, over and above this, there are certain things that you should know. Variations, claims, incentives, and penalties. One by one. എന്താണ് ഈ വേരിയേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, other than the scope that is designed in the agreement, if the contractor gives extra service or the contractor asks the service to be brought down to the extent they are going out of the scope, contract revenue will be altered. So mind, variations can be upside or variations can be downside. കോൺട്രാക്ടർ പറയണം, നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തില്ലേ, അതിൽ നിന്ന് ഒരു ഫ്ലോർ അങ്ങോട്ട് കുറച്ച് പണിതാൽ മതി. പിന്നെ നാച്ചുറലി കോൺട്രാക്ട് റവന്യൂവിൽ ഒരു ഫ്ലോർ കുറയ്ക്കും. അത് നേരെ തിരിച്ചു ആകാം. അതെ, എനിക്ക് ഒരു ഫ്ലോർ കൂടി കൂടുതൽ വേണം. അപ്പോൾ എന്ത് ചെയ്യും? കോൺട്രാക്ടർ വിൽ ആഡ് ദി റവന്യൂ. ഓക്കെ, ഇപ്പൊ ഇതേ രീതിയിലാണ് ഈ വേരിയേഷൻ സംഭവിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ക്ലെയിംസ്. വാട്ട് ഈസ് ക്ലെയിംസ്? If the contractor incurs the expenditure over and above what is supposed to be incurred in the agreement, for such expenditure, contractor will take reimbursement from the contractor. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെലവുകളുണ്ടല്ലോ, ഇതൊന്നും നമ്മുടെ ഒറിജിനൽ കോൺട്രാക്റ്റിൽ ഇല്ല. പക്ഷേ ഇതില്ലെങ്കിൽ എനിക്ക് ഒരു അടി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. ഇതുകൂടി റവന്യൂവിൽ അങ്ങോട്ട് ചേർക്കും. So that reimbursement of expenditure incurred by the contractor, which is taken by the contractor from contractee, should be added to the contract revenue as per the agreement. കിട്ടിയല്ലോ, അതാണ് ക്ലെയിംസ്. ഇന്നിപ്പോ ഉദാഹരണം എന്ന് പറയുന്നത് എന്താ? ഒരു കോർപ്പറേഷൻ ഒരു എന്തെങ്കിലും ഒരു ടാക്സ് കൊടുക്കേണ്ടി വന്നു, അത് അവർ ആദ്യം എൻവിസേജ് ചെയ്തില്ലായിരുന്നു. ആ ടാക്സ് കൊടുത്തില്ല, ഒരു അടി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. അപ്പൊ അയാൾ പെട്ടെന്ന് കൊണ്ട് കൊടുത്തു, റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യും. നെക്സ്റ്റ് ഈസ് ഇൻസെന്റീവ്സ്. എന്താ ഇൻസെന്റീവ്സ്? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇഫ് ദ കോൺട്രാക്ടർ ഗിവ്സ് പെർഫോമൻസ് ബിയോണ്ട് ദ സ്റ്റാൻഡേർഡ് സെറ്റ് ആസ് പെർ ദ എഗ്രിമെന്റ്. എന്റെ പണി എന്ത് സഭാഷായിട്ടുണ്ടല്ലേ. I finished the construction much ahead of schedule also. Well, time is money, അല്ലേ? And I have given service much more than what I have promised. നിങ്ങൾ ഇത്ര മാത്രം സർവീസ് എന്റെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നല്ലോ. I should be motivated. എനിക്ക് കുറച്ച് ഇൻസെന്റീവ് തന്നൂടെ? ഓക്കെ, അപ്രീഷിയേറ്റ്, അക്നോളജ്. കുറച്ച് ഇൻസെന്റീവ് എടുത്തോളൂ. അപ്പൊ ആ ഇൻസെന്റീവ് ഓർ ആൻഡ് എബോവ് ദ ഒറിജിനൽ എഗ്രിമെന്റ്, അപ്പൊ അതുകൂടി കൂട്ടും. ഓക്കെ, സോ additional
consideration received by the contractor for better performance, maybe in respect of time or quality. Either of it. If it is becoming better, contractor will give additional consideration. That will be included in the contract revenue, and that is called as incentive. Okay. Finally, what we have is penalty. As a contractor, if I do not finish it in time, or there has been delay in completion from my side, or because of me you are paying some fine, or because of me you are facing some loss, since the quality of my performance is low or low, you will charge me some penalty. Obviously, you will deduct the portion of that much consideration and will give me only the balance. That portion, what you deduct, is called penalty. This consolidated statement should help you. Initial amount agreed upon agreement. Add or less, increase or decrease due to escalation clause. Students may ask me, you never told us any kind of reduction in respect of escalation clause. Yes, I do agree. I never explained that. But de-escalation is possible, students. Sometimes there is a clause that in the unlikely event of some prices coming down, consideration will be reduced, revenue will come down. That is also possible. Just keep it in mind. Okay, so add or less. Then add or less variations. I explained to you now. Add claim amount. Yes, no explained. And add incentive receipt. That to explain. Finally, deduct penalties. And you will arrive at total contract revenue. ഓക്കെ, ഇനി നമുക്ക് കോൺട്രാക്ട് കോസ്റ്റിനെ പറ്റി പഠിക്കാം. അത് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡയറക്ട് കോസ്റ്റ് ഓർ സ്പെസിഫിക് കോസ്റ്റ്, രണ്ട് അലോക്കബിൾ കോസ്റ്റ്, മൂന്ന് അതർ കോസ്റ്റ്. വൺ ബൈ വൺ. എന്താണ് ഈ ഡയറക്ട് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു എ സ്പെസിഫിക് കോൺട്രാക്ട്. എക്സാമ്പിൾസ്: cost of materials used in the construction, site labor cost, including the site supervision cost, depreciation of plant and equipment used on the specific contract, cost of hiring plant and equipment for the specific contract, cost of design and technical assistance that is directly related to the cost, and also claims from third parties specific to the contract. But mind, any incidental income from the specific contract, which is not included in the contract revenue, I emphasize, which is not included in the contract revenue otherwise, should be reduced from the contract cost. Now, which are all such income? For example, sale of surplus materials and disposal value of plant and equipment at the end of the contract. Plant equipment അതിന്റെ റെസിഡ്യുവൽ വാല്യൂ ഉണ്ടെങ്കിൽ അത് റിയലൈസ് ചെയ്ത് എന്തെങ്കിലും കിട്ടില്ലേ? Which is purchased specifically for the purpose of the contract. Which is purchased specifically for the purpose of this contract. അപ്പൊ അതിൽ കിട്ടുന്നത് നമ്മുടെ ചെലവിൽ നിന്ന് ഒരു കിഴിവെടുക്കും. നെക്സ്റ്റ് ഈസ് attributable and allocable cost to contract activity. എന്താണ് ഈ attributable or allocable cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറയുകയാണെങ്കിൽ these are not specifically incurred for any one contract. I repeat, these are not specifically incurred for any one contract. So, cost should be allocated between the contracts in a systematic and rational method consistently. ഉദാഹരണത്തിന് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ ഓൾ ദ കോൺട്രാക്ട്സ് ഇൻ ഹാൻഡ്. ഓക്കെ, ഒരു കോൺട്രാക്ടിന് പല കോൺട്രാക്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ഇൻഷുറൻസ് എടുക്കുന്നത് എല്ലാ കോൺട്രാക്ട്സിനും വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒരു കോൺട്രാക്ടിന് കംപ്ലീറ്റ് ഇൻഷുറൻസ് എക്സ്പെൻഡിച്ചർ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ? അതില്ല, അലോക്കേറ്റ് ചെയ്യും. സിമിലർ cases are cost of design and technical assistance that is not related to a specific contract. ഒരു ഡിസൈനോ ടെക്നിക്കൽ അസിസ്റ്റൻസോ അവൈൽ ചെയ്തു, അതിനുവേണ്ടി ചെലവഴിച്ചു, അത് മൊത്തം ദാറ്റ് ഹെൽപ്സ് ഫോർ ഓൾ ദ കോൺട്രാക്ട്സ്. അതിന്റെ ഒരു certain portion only will be allocated for this particular contract. Then construction overheads. Overheads എന്നുള്ള വേർഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളെല്ലാം ഇതുവരെ പോസ്റ്റിംഗ് മറ്റൊക്കെ പഠിച്ചുകൊണ്ടുണ്ട്. എന്താ ഓവർഹെഡിന്റെ സിമ്പിൾ മീനിങ്? ഇൻഡയറക്ട് എക്സ്പെൻസ്. ഉദാഹരണത്തിന് സൂപ്പർവൈസറി സാലറി. സൂപ്പർവൈസർ പല കോൺട്രാക്റ്റുകളിലും
സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾക്ക് ഒരു മാസം ഒരു 50,000 രൂപ കൊടുക്കുന്നുണ്ട്. ചിലർ മുഴുവൻ ഈ കോൺട്രാക്റ്റിലേക്ക് ചാത്താൻ പറ്റും അല്ലേ? അത് തന്നെയാണ് ഒരു എഞ്ചിനീയറിന് കൊടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ബോറോയിങ് കോസ്റ്റ് ആസ് പെർ A16. എന്താ ഈ ബോറോയിങ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ A16 പഠിക്കുമ്പോൾ അത് വിശദീകരിച്ച് പഠിക്കും. ഓക്കെ. ബോറോയിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ മൈ ഇൻട്രസ്റ്റ് യു ആർ ഗോയിങ് ടു പേ ഓൺ ലോൺ ടേക്കൺ. അപ്പൊ ഈ ലോൺ എടുത്തിരിക്കുന്നത് ഈ ഒരു കോൺട്രാക്ടിന് വേണ്ടി മാത്രമായിരിക്കില്ല. പല കോൺട്രാക്ട്സിനും വേരിയസ് കോൺട്രാക്ട്സ് ഇൻ ഹാൻഡ് അതിന് വേണ്ടിയിട്ടായിരിക്കും ലോൺ എടുക്കുന്നത്. അപ്പൊ അതിൽ ഇൻട്രസ്റ്റ് മുഴുവൻ ഒരു കോൺട്രാക്ടിലേക്ക് ചേർക്കാൻ പറ്റും. അപ്പോൾ ആ ഇൻട്രസ്റ്റിന്റെ ഒരു പോർഷൻ വിൽ ബി അലോക്കേറ്റഡ് ടു പർട്ടിക്കുലർ കോൺട്രാക്ട്. ഇനി തേർഡ് വൺ അതർ കോസ്റ്റ്. എന്താണ് ഈ അതർ കോസ്റ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ് ദാറ്റ് ആർ സ്പെസിഫിക്കലി ചാർജബിൾ ടു ദ കസ്റ്റമർ ആസ് പെർ ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്. അത് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് ഡയറക്റ്റ് ഓർ സ്പെസിഫിക് കോസ്റ്റും ആയിരിക്കില്ല, അലോക്കബിൾ കോസ്റ്റും ആയിരിക്കില്ല. Please note that general administration cost or research and development cost, etc., are not generally charged to the contract. Not generally charged to the contract. However, if it is specifically mentioned in the agreement, it should be added to the contract. ഇതാണ് ഈ വിഭാഗത്തിൽ അതർ കോസ്റ്റിനുള്ളിൽ വരുന്നത്. മനസ്സിലായി? കോസ്റ്റ് those are excluded from the contract or unallocable costs. ഏതെല്ലാമാണ്? ഒന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. അത് ഓഫ് കോഴ്സ് ഇതുപോലെ എക്സംഷൻ ഉണ്ട്. സ്പെസിഫിക് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ കൺസിഡർ ചെയ്തേക്കാം. ജനറലി ജനറൽ അഡ്മിഷൻ കോസ്റ്റ് ഈസ് എക്സ്ക്ലൂഡഡ്. സിമിലർലി സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്, ഇതും ഈ പറഞ്ഞതുപോലെയാണ്. ഒരു സ്പെസിഫിക് എഗ്രിമെന്റ് ഉണ്ട്, കുറച്ച് അതിൽ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരും. ജനറലി ദീസ് ആർ ഓൾ എക്സ്ക്ലൂഡഡ്. ആൻഡ് നമ്പർ 4, depreciation of idle plant and equipment which is not useful for any particular contract. എന്ന് വെച്ചാൽ അത് എന്താണ്, ഒരു പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് അത് ഐഡിലായിട്ടിരിക്കുക. പക്ഷെ ഐഡിലായിരുന്നാലും ഡെപ്രിസിയേഷൻ ചാർജ് ചെയ്തേ പറ്റുള്ളൂ. ചാർജ് ചെയ്തോളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുത്തോളൂ, ഈ കോൺട്രാക്ടിനുള്ളിൽ കൊണ്ടുവരാം. മനസ്സിലായല്ലേ? ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് അബ്നോർമൽ ലോസ്. ഈ പറഞ്ഞ 5 കാര്യങ്ങളും നോർമൽ കേസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഇമ്പോർട്ടന്റ് ആസ്പെക്ട്, whether the cost incurred to secure the contract can be treated as contract cost. അതായത് എപ്പോഴാണ് ഒരു കോൺട്രാക്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടി കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്നത്? ഒബിയസ്ലി മുമ്പായിരിക്കും, ബിഫോർ ദ കോൺട്രാക്ട്. The basic thumb rule is that expenditure incurred before you get any contract, it should be directly taken to profit and loss. അതാണ് ബേസിക് thumb rule. However, A7 restrains that you can even treat them as contract cost, provided such cost should be, number 1, separately identifiable, number 2, reliably measurable in terms of money, and the third and most important one, profitability of getting the contract should increase because of this expenditure. Okay? Cases, this expenditure, what is incurred even before we get the contract, need not be transferred to profit and loss account. It will be added to the contract cost. Another important point in this respect is, if costs are incurred in another accounting year, that is already charged to profit and loss of that year, in the previous years, one of the previous years, maybe immediately preceding year or one of the previous years, and contract is obtained in another year, such cost should not be included in the contract cost. ചുരുക്കി പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്തു, ഈ പറഞ്ഞ രീതിയിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് അത് ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചേർത്തു, അക്കൗണ്ട്സ് ഫൈനലൈസും ചെയ്തു. ഈ വർഷമാണ് മനസ്സിലാക്കിയത്, ആ 3-4 എക്സ്പെൻഡിച്ചേഴ്സ് ഈ കോൺട്രാക്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ എനിക്ക് കിട്ടിയത്. അത് ഓർത്ത് ഏതെങ്കിലും പ്രീവിയസ് ഇയേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പാസ് ചെയ്തിട്ട് ഈ വർഷത്തെ കോൺട്രാക്റ്റിലേക്ക് ഇത് വലിക്കാൻ പറ്റില്ല. ഓക്കെ. നൗ recognition of revenue and cost. When outcome of the contract can be estimated reliably and cannot be estimated reliably. എന്താ ഇതിന്റെ ഡിഫറൻസ്? cannot be estimated reliably എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ can be estimated reliably
നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. നമ്മളെ നേരത്തെ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഡിഗ്രി ഓഫ് കംപ്ലീഷൻ, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? എക്സ്പെൻസ് ഇൻക്വേർഡ് ഡ്യൂറിംഗ് ദ പീരീഡ് upon expense incurred plus expense to be incurred. ആ ഡിനോമിനേറ്റർ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും, ഇല്ലയോ? അപ്പൊ അതില് ഒരു ഫാക്ടർ, അതായത് expense already incurred, it's available in a platter, it's already very much with you, it to be incurred. അതിൽ എസ്റ്റിമേഷൻ നടത്തണം. I am not in a position to estimate it. Lot of uncertainties are in it. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? നമുക്ക് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കണ്ടുപിടിക്കാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത് when outcome of the contract cannot be estimated reliably. When it can be estimated reliably, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. cannot be estimated reliably, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും? A7 പറയുന്നു അങ്ങനെ ഒരു സാഹചര്യം വരുവാണ്. എങ്ങനെ ഒരു സാഹചര്യം? when outcome of the contract cannot be estimated reliably, recognized only to the extent of cost incurred and that too only if the revenue is recoverable. അതിന്റെ അർത്ഥം 50,000 രൂപ കോസ്റ്റ് ഇൻക്വയർ ചെയ്തു, ആ 50,000 രൂപ അതുകൂടി പെർസെൻറ്റേജ് അല്ല, 50,000 രൂപ അതുകൂടി റിട്ടേൺ കാണിച്ചു. റവന്യൂ 50,000, കോസ്റ്റ് 50,000, പ്രോഫിറ്റ് 0. അതേ രീതി മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷെ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ 50,000 രൂപ കോസ്റ്റ് കാണിക്കുന്നില്ലേ, ഈ 50,000 രൂപ കോൺട്രാക്ട് നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, എനിക്കൊരു 30,000 പറ്റുള്ളൂ. കാര്യം ചെയ്തു, കോസ്റ്റ് ഏതായാലും 50,000 കാണിച്ചോളൂ, 30,000 രൂപ റവന്യൂ കാണിച്ചാൽ ഒരു ലോസ് ഉണ്ടാവും ഈ വർഷം. 20,000 രൂപ നമുക്ക് പിന്നെ ശരിയാക്കാം. അപ്പോൾ ഈ അൺസർട്ടനിറ്റി ഒക്കെ മാറിയിട്ട് നമുക്കൊരു ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഡീസെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് തൽക്കാലം ഇങ്ങനെ കൊണ്ട് പോയച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യം ചെയ്യും, കോസ്റ്റ് കുറച്ച് കാണിക്കാം. കോസ്റ്റ് കുറച്ച് കാണിച്ചു കഴിഞ്ഞാലേ എനിക്ക് റവന്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടെ നോ പ്രോഫിറ്റ് നോ ലോസ്, അത് വേണ്ട. ASN പറയുന്നത് അതിന്റെ ആവശ്യമില്ല. ഈ വർഷം മുടക്കിയ പൈസ മുഴുവൻ കാണിച്ചോളൂ, ഫ്യൂച്ചറിലേക്ക് ഡെഫർ ചെയ്യാനുള്ള ആ ഉദ്ദേശമൊക്കെ കയ്യിലിരിക്കട്ടെ, അത് നടക്കി. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് അത് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ടിനെ പറ്റിയായിരുന്നു. വാട്ട് അബൌട്ട് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്? We know that it doesn't have a fixed price like in a fixed price contract. We still allow for a reliable determination of revenue and cost because the structure is based on stream-based cost plus a predetermined margin. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? ഒരു 10% കൂടുതൽ കോസ്റ്റിന്റെ മേൽ ഓവർ ആൻഡ് എബോ കോസ്റ്റ് 10% കൂടുതൽ, അല്ലെങ്കിൽ ഒരു 10,000 രൂപ കൂടുതൽ, അങ്ങനെ ആയിരുന്നില്ലേ? Therefore, when the costs incurred by the contractor are clearly identified and can be tracked accurately, and the agreed fee or percentage of cost can also be calculated easily. I repeat, when the costs incurred by the contractor are clearly identifiable and can be tracked accurately, and the agreed fee or percentage of cost can also be calculated easily, means determination of revenue and cost is easily possible. Okay. Third mind, here also the degree of completion is relevant for calculating the overall profitability or otherwise of the project. For calculating the overall profitability or otherwise of the project. Therefore, we can conclude that under cost plus contract, an extra factor, that is the agreed fees or the margin, is also essential. Recognition of revenue. ആ ഒരു ഫാക്ടർ കൂടി നമുക്ക് വേണം. അതായത് ആ 10% കൂടുതൽ കിട്ടുന്നു കോസ്റ്റിന്റെ കൂടെ, അല്ലെങ്കിൽ ഒരു 50,000 രൂപ ഫിക്സഡ് ആയിട്ട് കോസ്റ്റിന്റെ കൂടെ ഓവർ ആൻഡ് എബോ നമ്മൾ വെക്കില്ലേ, ആ ഫാക്ടർ കൂടി അതും കൂടി ക്ലിയർ ആണ് കിട്ടണം. കോസ്റ്റ് ഷാൽ ബി ഐഡന്റിഫൈബിൾ.
ഇതെല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ. Well, my dear students, I'm concluding this video. As far as A7 is concerned, following points I have covered in this video: objective, meaning, types of contracts, recognition of contract revenue and expenses, and how to determine whether revenue and cost can or cannot be estimated reliably. Of course, the following points are yet to be covered that I will be covering in my subsequent video or videos. Items are: when the entity expects a loss, para 35, very, very, very important. Costs relating to future activity, uncertainty in collection, combining and segmenting construction contracts, disclosures, and of course, two comprehensive sums as I have already originally promised. Well, my dear students, please offer your sagacious and critical comments using the comment box below. Please don't restrict yourself with some formal words. Offer as elaborately as possible. Okay? It will immensely be of useful to me in my future endeavors. Further, please put a weight to your siblings and friends who are in need of strong basic knowledge in contents, a strong foundation. My first 45 number of videos are meant for such students, and especially those who are from science background. You know, before you go for a professional qualification, your foundation should be very strong. Okay? Keeping that in my mind only, my first 45 videos I have brought up. And please subscribe to my channel. Take care of yourself. See you soon.